എല്ലാവർക്കും മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഡിഫറെൻറ്റ് ലുക്സ് ഉണ്ട് മേക്കപ്പിൽ നമ്മൾക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഗ്രഞ്ചി ലുക്ക് എങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം കാണും എങ്ങനെയാണ് ഗ്രഞ്ചി ലുക്ക് മേക്കപ്പ് സ്വന്തമായി ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ലക്ഷ്മി മേനോൻ is telling about it. So have a look at this segment. Hello everyone, Lakshmi here. വെൽക്കം ടു പെണ്ണഴക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ ഗ്രഞ്ചി മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. സോ ഗ്രഞ്ച് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രൗൺസ്, ബ്ലാക്സ്, ഡീപ്പ് പേർപ്പിൾസ്, ഈവൻ ബ്ലൂസ്. ഈ കളേഴ്സാണ് സാധാരണ ഒരു ഗ്രഞ്ച് എലമെൻറ്റ് സാധാരണ കൊണ്ടുവരിക. നമ്മുടെ നാട്ടിൽ ബ്ലാക്സും പേർപ്പിൾസും ബ്ലൂസൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ആൾക്കാർക്ക് ഇടാൻ ഒരു അൺകംഫർട്ടബിൾ കളേഴ്സ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ബ്രൗൺസ് ആണ്. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളറാണ് ബ്രൗൺസ്. പിന്നെ പലരും ഇടുന്ന ഒരു കളറുമാണ് ബ്രൗൺ ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ബ്രൗൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്തൊരു ഗ്രഞ്ച് ലുക്ക് കൊണ്ടുവരാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരാം. വളരെ സിമ്പിളാണ്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഗ്രഞ്ച് ലുക്ക് അല്ല. അതിനകത്ത് ശരിക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്രോൺസർ ഇടുക, ബ്ലഷിന് പകരം ഐ ഷാഡോയിലേക്കുള്ള ബ്ലാക്സ് ആൻഡ് ബ്രൗൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ ലിപ്സ്റ്റിക് ഇടുക. അത് നല്ലൊരു ഗ്രഞ്ച് ലുക്കാണ് വരുന്നത്. സോ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ മുഖം നല്ലതായിട്ട് ക്ലെൻസ് ചെയ്തു. ഇനി ഞാൻ അതിനകത്ത് ഒന്ന് പ്രിപ്പ് ചെയ്യാണ്. ഒരു ടോണർ, റോസ് വാട്ടർ എടുത്തിട്ട് ഞാൻ മുഖത്ത് സ്പ്രേ ചെയ്ത് ടോൺ ചെയ്യണം. ഹൈഡ്രേറ്റിംഗ് ടോണറാണ്, സ്പ്രേ ചെയ്യാൻ പോവാണ്. ഇതിനി അബ്സോർബ് ചെയ്യാൻ ഒരു 5 മിനിറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസ് ചെയ്യാനാണ്. ഞാൻ യൂഷ്വലി ആസ് ഓൾവേസ് യൂസ് ചെയ്യുന്ന ഓയിൽസ് ആണ്. ഇന്ന് യൂസ് ചെയ്യുന്നത് ഈവനിങ് പ്രിംറോസ് ഓയിലാണ്, കോൾഡ് പ്രസ്ഡ് ഈവനിങ് പ്രിംറോസ് ഓയിലാണ്. അത് നല്ലൊരു മോയ്സ്ചറൈസിങ് വിതൗട്ട് മേക്കിംഗ് ഇറ്റ് ടു ഹെവി. അപ്പം ഞാനതൊരു 2-3 തുള്ളി എൻ്റെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് ടു മോയ്സ്ചറൈസ് മൈ സ്കിൻ. സോ അത് കുറച്ചെടുക്കുകയാണ്. ആൻഡ് ദെൻ ഐ ആം ഗോയിങ് ടു ജസ്റ്റ് അപ്ലൈ ഇറ്റ് ഓൺ മൈ സ്കിൻ. ഒരു 2 മിനിറ്റ്സ് ടൈം കൊടുക്കണം ഇത് അബ്സോർബ് ചെയ്യാൻ. അബ്സോർബ് ചെയ്തിട്ട് 2 മിനിറ്റ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. സോ എൻ്റെ സ്കിൻ ഇപ്പോൾ മോയ്സ്ചറൈസ്ഡ് ആയി. ഈവനിങ് പ്രിംറോസ് ഓയിൽ ഒഴിച്ചു അത് സ്കിൻ ശരിക്കും അബ്സോർബ് ചെയ്തു. ഇനി ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഫൗണ്ടേഷൻ ആൻഡ് കൺസീലർ റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. 2 പമ്പ് ഫൗണ്ടേഷൻ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ സ്കിന്നിൽ ഡോട്ട് ചെയ്തിട്ട് ഒരു ബഫിംഗ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. ബ്ലെൻഡ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിൽ ഫുൾ ജസ്റ്റ് ആദ്യം ഒന്ന് ഫൗണ്ടേഷൻ ഇട്ട് ഡോട്ട് ചെയ്യാണ്. എല്ലാം സെറ്റ് ചെയ്തു. എൻ്റെ ഐബ്രോസും ഞാൻ ഫിൽ ചെയ്തു. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾ ത്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഗ്രഞ്ചി ലുക്കിന് ചെയ്യുന്ന എപ്പോഴും നാച്ചുറൽ ഐബ്രോസ് അല്ല, കുറച്ച് ഡാർക്ക് ആയിരിക്കും. പക്ഷെ ബ്ലാക്ക് അവോയ്ഡ് ചെയ്യുക, ഡാർക്ക് ബ്രൗൺസ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഫിൽ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ മേക്കപ്പ് ആണ്. സോ ഈ ഗ്രഞ്ചി ലുക്കിൽ വരുന്ന ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സോഫ്റ്റ് സ്മോക്കി ഐസ് ആണ്. കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്ലാക്സ് ആൻഡ് ബ്രൗൺസ് അങ്ങനത്തെ കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓൾറെഡി നമ്മുടെ കണ്ണിൻ്റെ മുകളിലെ കളർ നമ്മൾ ക്യാമഫ്ലാജ് ചെയ്തു. ഇനി നമ്മൾ ബ്രൗൺസ് വെച്ചിട്ട് അതൊന്ന് ഫിൽ ചെയ്യാൻ പോവാണ്. സോ ബ്രൗൺ കളർ എടുത്തിട്ട് ഐലിഡിൽ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവാണ്. ക്രീസ് ലൈനിൽ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഈ പ്രോസസ്സ് പ്ലേസ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത് അത് എത്ര ഡിസയേർഡ് കളർ ഇൻറ്റൻസിറ്റി വരെ ചെയ്യുക. ഞാൻ ഇനിയും ബ്രൗൺ എടുത്തിട്ട് പ്ലേസ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇതുപോലെ തന്നെ ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോവാണ്. പ്ലേസ് ചെയ്യുക. ഇനി അടുത്ത ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട്
ബ്ലെൻഡ് ചെയ്യുക. എപ്പോഴും ഒരു പാച്ച് പോലെ ഇരിക്കരുത്. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലതായിട്ട് ഫെദർ ചെയ്ത പോലെ ഇരിക്കണം. കളേഴ്സ് തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ വേണം. അതുപോലെ തന്നെ ഇങ്ങനെ വരച്ച പോലെ ഇരിക്കരുത്, എപ്പോഴും ഇങ്ങനെ ഫെദർ ചെയ്ത പോലെ ഇരിക്കണം. അതുകൊണ്ട് നന്നായിട്ട് ബ്ലെൻഡിങ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മേക്കപ്പിൻ്റെ ഒരു വലിയൊരു റിക്വയർമെൻ്റ് ആണ്. സോ ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വിടുക. ഇനി ഈ ഒരു പ്രോസസ്സ് ഒരു 3-4 ലെയർ ഞാൻ ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്രൗൺ യൂസ് ചെയ്യേണ്ടത് മാറ്റ് ആയിരിക്കണം. ഇത് 2-3 ലെയർ ഇട്ടിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നതായിരിക്കും. സോ ബ്രൗൺസ് വെച്ചിട്ട് ഞാനത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഈ കണ്ണിലും സെയിം പോലെ റിപ്പീറ്റ് ചെയ്തു. ഇനി കാജൽ എടുത്തിട്ട് ജസ്റ്റ് ലൈനായിട്ട് വരയ്ക്കാൻ പോവാണ്. ജസ്റ്റ് സോഫ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാജൽ വെച്ചിട്ട് ഒന്ന് വരയ്ക്കുകയാണ്. പ്രിസൈസ് ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ സ്മോൾ ബ്രഷസ് എടുക്കുക. ഇനി ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഒരു സോഫ്റ്റ് സ്മോക്കി ലുക്ക് കൊടുക്കുക. ബ്രൗൺസ് നന്നായിട്ട് യൂസ് ചെയ്യുക. ബ്രൗൺസ് ആണ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന് സോഫ്റ്റ് ഐലൈനർ പോലെ കൊടുക്കുക, നല്ലതായിട്ട് സ്മോക്ക് ചെയ്യുക. ഈ സ്മോക്ക് ചെയ്ത എഫക്റ്റ് ഈ കണ്ണിലും റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ മേളിൽ ചെയ്ത പോലെ തന്നെ കാജലെടുത്ത് താഴെയും വരച്ചിട്ട് ഇതുപോലെ സ്മോക്ക് ഔട്ട് ചെയ്യേണ്ടതാണ്. ജസ്റ്റ് വേഗം ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു മാറ്റ് ബ്രൗൺ ലിപ്സ് വെച്ചിട്ട് ലിപ്സ്റ്റിക് ഇടാൻ പോവുകയാണ്. സോ ആദ്യം ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് ആദ്യം ഫില്ല് ചെയ്തിട്ട് ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് ആണ് ഇടാൻ പോകുന്നത്. സോ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തു. ഇനി ബ്രൗൺ ലിപ്സ്റ്റിക് കൊണ്ട് ലിപ്സ് ഫില്ല് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ഏത് ബ്രൗൺ എടുക്കാം, ഡീപ്പ് ബ്രൗൺസ് എടുക്കാം, ചോക്ലേറ്റ് ബ്രൗൺസ് എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാം. സോ മേക്കപ്പ് കഴിഞ്ഞു. ഇനി മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് മേക്കപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. മേക്കപ്പ് ഇനി സെറ്റ് ചെയ്ത് നല്ല ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജ്വല്ലറി ഇട്ട് നിങ്ങൾക്ക് ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ ഇതേ വരുന്നതായിരിക്കും. So എൻ്റെ ജ്വല്ലറി ഒക്കെ ഇട്ടു. I've got my septum ring, I've got my choker എല്ലാം ഇട്ടു. So this is the typical grunge look. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ബ്ലാക്ക്സ് യൂസ് ചെയ്യാം, പേർപ്പിൾസ് യൂസ് ചെയ്യാം, ഇതുപോലെ തന്നെ സെയിം ബ്രൗൺസ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. So I hope you love this look and I'll see you soon, very soon. Until next time, bye bye.